കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര പുത്തൂരിൽ തൊഴിൽക്കരം അടയ്ക്കാത്തതിൻ്റെ പേരിൽ റേഷൻ വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പഞ്ചായത്ത് അധികൃതരെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെ പോലീസ് ഇയാളെ വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത റേഷൻ വ്യാപാരി രവീന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു പോലീസ് നടപടി? പോലീസ് ഒരു 11 മണി കഴിഞ്ഞ് റേഷൻ കടയിൽ വന്നു. എന്നിട്ട് നിങ്ങളുടെ പേര് വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തോ കാര്യമെന്ന് ചോദിച്ചാൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ആണ്. അത് പഞ്ചായത്തിൽ അന്വേഷിച്ച് അറിയാൻ പറ്റൂ. ഞങ്ങൾക്കിപ്പോൾ വാറണ്ട് കിടപ്പാക്കാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റേഷനിൽ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാവെന്ന് പറഞ്ഞു. ഞാൻ പോലീസ് ജീപ്പിൽ കയറി സ്റ്റേഷനിൽ ചെന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് പഞ്ചായത്ത് മെമ്പറുടെ ഹസ്ബൻഡും രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും വന്നു. സെക്രട്ടറി അവിടെ നോക്കിയിട്ടാണ് വന്നത്, പൈസ അടച്ചാന്നോ ഇല്ലയെന്ന്. അപ്പം നോക്കിയിട്ട് പൈസ അടച്ചതാണ്. അന്ന് തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. ചേട്ടൻ ഇത് മുന്നേ ഈ കരം അടച്ചിരുന്നോ? അടച്ചു. അത് ആദ്യം ഒരു സമൻസ് വന്നു. ആ സമൻസ് പിന്നെ കിട്ടിയ ഉടനെ ഞാൻ പഞ്ചായത്തിൽ പോയി ഇതിൻ്റെ തുക എത്ര എന്ന് പറയാൻ പറഞ്ഞ് അടയ്ക്കാനാണ് വന്നേ. ഇതുപോലെ സമൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് 3 വർഷത്തെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 വർഷത്തെ അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 വർഷത്തെ ഒരുമിച്ച് അടച്ചു. 8,000 ചില്ലറ ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ കോടതിയിൽ അറിയിക്കാത്തതും കോടതിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസിന് ലഭിക്കാത്ത അങ്ങനെ ഒരു വീഴ്ച കൊണ്ടല്ലേ ഈ ഒരു അറസ്റ്റിലേക്കൊക്കെ? അത് പിന്നെ ഈ പൈസ അടച്ചിട്ട് സെക്രട്ടറിയോട് ചോദിച്ചു, ഇനി ഇതിൻ്റെ മേലിൽ നടപടികൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിലൊന്നും വരികയില്ല, ഞങ്ങളത് കോടതിയിൽ നിന്ന് ഒഴിവാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിവാക്കിയില്ല. ആ കേസ് ഇങ്ങനെ കിടന്നു. 1.5 വർഷം കഴിഞ്ഞ് അത് വാറണ്ടായി. ഇതിനിടയ്ക്ക് എനിക്ക് നോട്ടീസൊന്നും വന്നില്ല. അപ്പോൾ വാറണ്ടായി വന്നപ്പോഴാണ് ഇപ്പോൾ പോലീസ് വിട്ടയച്ചെങ്കിലും വന്ന കുറച്ച് നേരം കുറേ ബുദ്ധിമുട്ടുണ്ടായില്ലേ? റേഷൻ കടയൊക്കെ ഉണ്ടായി. അപ്പോൾ 11 മണി കഴിഞ്ഞ 12 വരെയാണ് റേഷൻ കട സമയം. പക്ഷേ അതിന് 11 മണി കഴിഞ്ഞപ്പോഴേ എന്നെ കൊണ്ടുപോയി. റേഷൻ കടയുടെ പ്രവർത്തനം ഉൾപ്പെടെ മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ എന്താ തുടർ നടപടി ഉദ്ദേശിക്കുന്നത്? ഇത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും പിന്നെ സമയനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടെങ്കിലും സെക്രട്ടറി മാപ്പ് ചോദിച്ചു. പിന്നെ എനിക്ക് തുടർ നടപടിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ഒന്നാമത് പ്രായമായി, എനിക്ക് 74 വയസ്സുണ്ട്. പ്രായമായി, എനിക്ക് ഇതിൻ്റെ ഒന്നും പറയാൻ നടക്കാൻ താല്പര്യമില്ല. തന്നെയല്ല, സെക്രട്ടറി വന്ന് ഇതുപോലെ ക്ഷമ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കരുത്, അങ്ങനെയല്ലേ? അങ്ങനെ ആഗ്രഹമുണ്ട്. ഇത്തരത്തിൽ കുറേ നമ്മുടെ സമയവും നമ്മൾ ജോലി ചെയ്യേണ്ടതൊക്കെ നഷ്ടപ്പെടുന്നു. അതെ. എന്തായാലും പഞ്ചായത്തിൻ്റെ ഒപ്പം അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും എല്ലാം ഒരു വീഴ്ചയാണ് ഒരു റേഷൻ ഉടമയെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ സമയത്തായിരുന്നു കൊണ്ടുപോയത്. റേഷൻ കടയുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ അത് ബാധിച്ചു. എന്തായാലും പഞ്ചായത്ത് ഉൾപ്പെടെ മാപ്പ് പറഞ്ഞൊരു സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്കില്ല എന്നാണ് ഈ റേഷൻ വ്യാപാരി പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനം അത്യാവശ്യമാണ്. ഇത്തരം പാവപ്പെട്ട മനുഷ്യരെ എന്തിൻ്റെ പേരിലാണെങ്കിലും സ്റ്റേഷനിൽ കയറ്റുന്നത് ഒട്ടും ശരിയല്ല. കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ ജിനുവിനൊപ്പം AB ജയശങ്കർ.